മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ലോക എന്ന കൊച്ചു സൂപ്പർ ഹീറോ ചിത്രം. വെറും 30 കോടി ബജറ്റിലൊരുക്കിയ ഈ സിനിമ പല ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങളെക്കാൾ മികച്ച കണ്ടന്റാണ് ചർച്ച ചെയ്യുന്നത്. അതും കേരളത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ കഥകളിലുള്ള യക്ഷിയും ചാത്തനും മാടനും യമനുമൊക്കെയാണ് ലോകയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അങ്ങ് ഹോളിവുഡിൽ മാർവലും DC-യും ഒക്കെ പുതുതായി എന്ത് കാണിച്ച് പ്രേക്ഷകരെ കയ്യിലെടുക്കാമെന്നതിനെക്കുറിച്ച് ആലോചിച്ച് മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുകയാണ്. 2025-ൽ 4 പ്രധാനപ്പെട്ട സൂപ്പർ ഹീറോ ചിത്രങ്ങൾ റിലീസായിട്ടും അതിനൊന്നും തന്നെ കാര്യമായ കളക്ഷൻ നേടാനായില്ല. അപ്പോഴാണ് ഇങ്ങ് മലയാളം പോലൊരു കൊച്ചു ഇൻഡസ്ട്രിയിൽ റിലീസായ സൂപ്പർ ഹീറോ ചിത്രം 100 കോടിയും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അഭിമാനിക്കാം കല്യാണി പ്രിയദർശനും ഡൊമിനിക് അരുണിനും ദുൽഖർ സൽമാനുമെല്ലാം. ഇതെല്ലാം ഉള്ളപ്പോഴും മാർവലിൽ നിന്ന് ലോക കുറച്ച് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സിനിമയിലെ എലമെൻറ്റുകൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആയതിനാൽ തന്നെ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാകും. സോ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ തുടർന്ന് കാണാതിരിക്കുക. ഒന്ന്, കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രമാണ്. ശരിക്കും നീലി എന്നത് നമ്മുടെ മിത്തുകൾ അനുസരിച്ച് ഒരു യക്ഷിയാണ്. എന്നാൽ സിനിമയിലൊരു വാമ്പയറിനെ പോലെയാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ശരീരത്തിൽ കടന്നുകൂടിയ ഒരു വൈറസ് കാരണമാണ് നീലി യക്ഷിയായി മാറിയതെന്നൊരു വിശദീകരണം. മാർവലിൽ ഇതേപോലൊരു വാമ്പയർ കഥാപാത്രമുണ്ട്. അതാണ് മോർബിയസ്. 2022-ലാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിലെ നായകനും ശരീരത്തിലൊരു വൈറസ് കടന്നുകൂടിയത് കാരണം വാമ്പയറായി മാറുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി രക്തം കുടിച്ചാണ് ഇയാൾ ജീവിക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്കൊന്നും പ്രശ്നമുണ്ടാകാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള രക്തം ശേഖരിച്ചു വെച്ച് മോർബിയസ് കുടിക്കുന്നു. അതുപോലെ ഇയാൾക്കും സൂര്യപ്രകാശത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഏറെക്കുറെ സമാനമായ രീതിയിലാണ് ലോകയിൽ കല്യാണി പ്രിയദർശൻ്റെ നീലിയെയും അവതരിപ്പിച്ചിട്ടുള്ളത്. കല്യാണി ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം നീലിക്കുമുണ്ട്. 2 പേർക്കും തങ്ങളുടേതിന് സമാനമായ പവറുകളുള്ള ഒരു സൂപ്പർ വില്ലനിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്നുമുണ്ട്. മോർബിയസ് തൻ്റെ പവറുകൾ ഉപയോഗിക്കുമ്പോൾ അയാളുടെ വസ്ത്രങ്ങൾ ഒരു പുക പോലെ നിൽക്കുന്നത് വിഷ്വൽ എഫക്റ്റിലൂടെ കാണിക്കുന്നുണ്ട്. സമാനമായ വിഷ്വൽ എഫക്റ്റ് ലോകയിലും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാർവൽ എലമെൻറ്റ് ടൊവിനോ തോമസിൻ്റെ ചാത്തൻ എന്ന കഥാപാത്രത്തിൻ്റെതാണ്. ചാത്തൻ്റെ ഷോ ഓഫും ആറ്റിറ്റ്യൂഡും ഒക്കെ ഹോളിവുഡിലെ ഒരു കഥാപാത്രത്തിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഗോഡ് ഓഫ് മിസ്ചീഫ് ലോക്കിയിൽ മറ്റുള്ളവരിൽ ഒരു മായാലോകം സൃഷ്ടിച്ച് അവരെ വട്ടം കറക്കുന്നതും തൻ്റെ തന്നെ നിഴൽ രൂപം സൃഷ്ടിക്കുന്നതുമല്ല ഈ കഥാപാത്രത്തിൻ്റെ സൂപ്പർ പവറുകളാണ്. ഇതേ കഴിവുകളാണ് ചാത്തനുമുള്ളത്. അതുപോലെ ലോക്കി സീരീസിൽ ഇതേ കഥാപാത്രത്തിൻ്റെ പല വേർഷൻസിനെയും മൾട്ടിവേഴ്സിൻ്റെ ഭാഗമായി കാണാം. ലോക ചാപ്റ്റർ 2-ൻ്റെ പ്ലോട്ടും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഹോളിവുഡിലെ ലോക്കിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുള്ള അവതരണമാണ് ചാത്തൻ്റേത്. അതുപോലെ ദുൽഖർ സൽമാൻ്റെ യമൻ. ഈ കഥാപാത്രത്തെപ്പറ്റി അധികം സൂചനയൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല. എന്നാൽ ഇയാളുടെ ഫൈറ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ മാർവലിലെ ബ്ലേഡുമായിട്ട് നല്ല സാമ്യം തോന്നുന്നുണ്ട്. ബേസിക്കലി ബ്ലേഡും ഒരു വാമ്പയറാണ്. എന്നാൽ മോർബിയസിനുള്ള പല വീക്ക്നെസ്സും ബ്ലേഡിനില്ല. അതുകൊണ്ട് തന്നെ ലോക യൂണിവേഴ്സിൽ നീലിയേക്കാൾ പവർഫുള്ളാകും ദുൽഖർ സൽമാൻ്റെ യമൻ. അവസാനത്തെ മാർവൽ റെഫറൻസ് ഉപയോഗിച്ചിട്ടുള്ളത് ലോകയിൽ എല്ലാ അൾട്രാ നാച്ചുറൽ സൂപ്പർ ഹീറോസിൻ്റെയും തലവനായ മൂത്തോനിലാണ്. മമ്മൂട്ടിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്ന് വളരെ ശക്തമായ റൂമറുകളുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ മുഖം പോലും സിനിമയിൽ കാണിച്ചിട്ടില്ല. അതേസമയം മൂത്തോൻ വീൽചെയർ ഉപയോഗിക്കുന്ന ആളാണെന്ന് സിനിമയിൽ നിന്ന് വ്യക്തമാണ്. ഇതൊരു പക്ഷേ മാർവലിൻ്റെ എക്സ്മെൻ സിനിമകളിലുള്ള പ്രൊഫസർ എക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെഴുതിയ കഥാപാത്രമാകാം. എന്നാൽ മൂത്തോൻ്റെ സൂപ്പർ പവറുകൾ എന്താണെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. പ്രൊഫസർ എക്സിന് ആളുകളുടെ മനസ്സ് വായിക്കാനും അതിലൂടെ അവരെ നിയന്ത്രിക്കാനും സാധിക്കും. ഈ പവർ തന്നെയാണോ മൂത്തോനുള്ളതെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. എന്നാൽ മേൽപ്പറഞ്ഞവയൊന്നും ലോകയ്ക്ക് നേരെയുള്ള വിമർശനമോ അതിൻ്റെ കുറവുകളോ അല്ല. സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഹെൽപ്ഫുൾ റെഫറൻസുകൾ മാത്രമാണ്. ഇത് കാരണം ലോകയുടെ ഭംഗി കുറച്ചുകൂടി കൂടിയിട്ടേ ഉള്ളൂ.